Hi friends, this is Shami Mohammedan and you're watching Shami's Views. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ ടോപ്പിക് എന്താണ് അക്കൗണ്ട്സിന്റെ ഡെഫിനിഷനാണ്. അത് മാത്രമല്ല കുറച്ച് ബേസിക് ടേംസും പഠിച്ചു, ഡെഫിനിഷനും പഠിച്ചു. ഓക്കെ, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയ എന്താണ്? റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ്, അനലൈസിങ്. അപ്പോൾ അതിന്റെ റെക്കോർഡിംഗിലോട്ടാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത്. അതായത് പ്രിപ്പറേഷൻ ഓഫ് ജേർണൽ എൻട്രി. ഇപ്പൊ പ്രിപ്പറേഷൻ ഓഫ് ജേർണൽ എൻട്രി അതിന് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അസറ്റ്സ്, ലയബിലിറ്റീസ്, എക്സ്പെൻസസ്, ഇൻകംസ്, ഗെയിന്, ലോസ്, ഇങ്ങനെ കുറച്ച് ടേംസ് പറഞ്ഞില്ലായിരുന്നു. ആ ടേംസിന് കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാനിവിടെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. അത് ചില എക്സാമ്പിൾസ് മാത്രമാണ്, ഇനിയും ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാവാനായിട്ട്, ഒന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. ഓക്കെ, അപ്പോ എന്താണെന്ന് നോക്കാം. ആദ്യം ഈ ഫോട്ടോ ഇത് കൊടുത്തേക്കുന്നത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കുക, മനസ്സിലാക്കി വെക്കുക. കാരണം ഇനി ഇത് അങ്ങോട്ട് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ജേർണൽ എൻട്രിക്ക് വേണ്ടി ഇത് അറിഞ്ഞിരിക്കൽ മസ്റ്റ് ആണ്, ജേർണൽ എൻട്രി പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് തന്നെ നമ്മൾ ജേർണൽ എൻട്രിയുടെയും കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ അസറ്റ്സ്, second one liabilities, expenses, incomes, and fifth one losses, sixth one gains. അപ്പൊ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല, കാരണം പുതിയ വേർഡ്സ് ഒക്കെ, ചില വേർഡ്സ് ഒക്കെ നമുക്ക് ഫർദർ ആയിട്ട് പിന്നെ അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിലും പിന്നെ പ്ലസ് ടു ഒക്കെ പഠിക്കേണ്ടതാണ്. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ അസറ്റ്സില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിട്ട് ക്ലാസ്സിലായിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ്സ് ഓർ ലോങ് ടേം അസറ്റ്സ്, പിന്നെ കറന്റ് അസറ്റ്സ്. അതുപോലെ തന്നെയാണ് ലയബിലിറ്റീസിന് ലോങ് ടേം ലയബിലിറ്റീസ്, ഷോർട്ട് ടേം ലോങ് ടേം ലയബിലിറ്റീസ്, പിന്നെ ഷോർട്ട് ടേം ലയബിലിറ്റീസ് ഓർ കറന്റ് ലയബിലിറ്റീസ്. അതുപോലെ തന്നെ എക്സ്പെൻസസ്, ഇൻകംസ്, ലോസസ്, ഗെയിൻസ്. അപ്പൊ അസറ്റ്സിലെ ഫിക്സഡ് അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, കുറെ കാലത്തേക്ക് ഉപയോഗിക്കുന്ന, കുറെ കാലത്തേക്ക് ബിസിനസ് നടത്താൻ വേണ്ടി വരുന്ന അസറ്റ്സിനെയാണ് പറയുന്നത് ഫിക്സഡ് അസറ്റ്സ് ഓർ ലോങ് ടേം അസറ്റ്സ്. അതിന് ചില ഉദാഹരണങ്ങൾ നോക്കാം. ഈ അണ്ടർലൈൻ ചെയ്തേക്കുന്നത് നിങ്ങൾ ഇത് മസ്റ്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ അത് സേവ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചേഴ്സ്, കമ്പ്യൂട്ടേഴ്സ്, മറ്റ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, അതായത് ഫാന്, ലൈറ്റ്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇതൊക്കെ കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കുന്നില്ല, കുറെ കാലത്തേക്ക് യൂസ് ചെയ്യുന്നില്ലേ. അപ്പൊ അത് നമ്മുടെ ഫിക്സഡ് അസറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. എക്സെട്ര, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, മെഷീൻസ്, ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, കമ്പ്യൂട്ടേഴ്സ്, ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ്, ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്. രണ്ടാണ്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സും രണ്ടാണ്. ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽസ്, അങ്ങനത്തെ ഗാഡ്ജറ്റ്സിനാണ് യൂസ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മളെ ട്യൂബ്, ലൈറ്റ്, ഫാൻ, അതൊക്കെ വരുന്നതാണ്. ഇനി കറന്റ് അസറ്റ്സ് ഏതൊക്കെയാണ്? ക്യാഷ്, ബിൽസ് റിസീവബിൾ. ഇത് നിങ്ങൾക്ക് ഇപ്പോ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ഇപ്പോ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, ഫർദർ ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഡെപ്റ്റേഴ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ആരാണ്? നമുക്ക് പൈസ തരാനുള്ള ആളിനെ, ബിസിനസിന് പൈസ തരാനുള്ള ആളിനെയാണ് നമ്മൾ ഡെപ്റ്റർ എന്ന് പറയുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസസ്, പിന്നെ മനസ്സിലാക്കി. ബാങ്ക് അക്കൗണ്ട്, ബിസിനസിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ആ ബാങ്കിനകത്ത് കുറച്ച് പൈസ ഉണ്ട്, നമ്മുടെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ട്. അത് നമ്മുടെ കറന്റ് അസറ്റ് ആണ്. അപ്പൊ ക്യാഷും ബാങ്ക് അക്കൗണ്ടും നമ്മുടെ കറന്റ് അസറ്റ് ആണ്. പിന്നെ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വെച്ചാല് ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ കണക്ക് ചെയ്തിരിക്കുന്ന ഒരു പീരിയഡിന്റെ അവസാനം നമ്മളെ സാധനങ്ങളെല്ലാം വിറ്റ് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന കുറച്ച് സ്റ്റോക്കുകൾ, അതിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ അക്രൂഡ് ഇൻകം. ഈ ടേംസ് എല്ലാം നിങ്ങൾ ഓർത്ത് വെക്കുക, ഇതെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ നിങ്ങൾ ബൈഹാർട്ട് ആക്കേണ്ട, മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത്. പിന്നീട് നമ്മൾ ജേർണൽ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇനി വരുന്ന ജേർണലിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. സോ ഇതൊക്കെ ബൈഹാർട്ട് ആക്കി വെക്കുക, മനസ്സിലാക്കി വെക്കുക. അക്രൂഡ് ഇൻകം, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, എക്സെട്ര. പിന്നെ ലോങ് ടേം ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? ലോങ് ടേം ബോറോയിങ്സ്, ഒരാളുടെ കടം വാങ്ങിച്ചു അല്ലെങ്കിൽ ലോൺ എടുത്തു, ലോണും ഇതിൽ വരുന്നതാണ്. ലോങ് ടേം ലോൺസും വരുന്നതാണ്. ലോൺ എടുത്തിട്ട് അത് വർഷങ്ങളായിട്ട് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്, കുറെ കൊല്ലങ്ങളെടുത്ത് അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ലോങ് ടേം ലയബിലിറ്റിയിൽ വരുന്നതാണ്. പിന്നെ ക്യാപിറ്റൽ ലോങ് ടേം ലയബിലിറ്റിയിൽ വരുന്നതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഒരു കാലത്ത് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അത് കുറെ കാലം ബിസിനസ്സിൽ കിടക്കുന്നതുമാണ്. സോ അത് ലോങ് ടേം ലയബിലിറ്റിയിൽ വരുന്നതാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഷെയർ ക്യാപിറ്റൽ, ഇത് നിങ്ങൾ പ്ലസ് ടു പഠിക്കുന്ന കാര്യമാണ്, പക്ഷെ ടേം ഓർത്ത് വയ്ക്കുക. ഡിബഞ്ചേഴ്സ്, ഇത് പ്ലസ് ടു പഠിക്കുന്ന ടേമാണ്. ഓക്കെ, ഷോർട്ട് ടേം കറന്റ് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്
നമ്മൾ ബിസിനസ് ഒരാളുടെ നിന്ന് സാധനം വാങ്ങിച്ചു, ആ ബിസിനസ് പൈസ കൊടുത്തില്ല. അപ്പൊ ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത്, ആ ബിസിനസ് ആർക്കാണോ പൈസ കൊടുക്കാനുള്ളത് അയാളെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വെച്ചാൽ മനസ്സിലാക്കുക, ആ വർഷത്തെ എക്സ്പെൻസ് ആണ്, പക്ഷെ അത് ഇതുവരെയായിട്ടും അടച്ചിട്ടില്ല, അടയ്ക്കാൻ ബാക്കിയുണ്ട് പക്ഷെ അടച്ചിട്ടില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഷോർട്ട് ടേം ലോൺസ് എക്സെട്ര. പിന്നെ എക്സ്പെൻസ് നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ. അവസാനത്തെ കുറച്ച് വാക്കുകൾ നിങ്ങൾക്ക് പിടിയിട്ടില്ല, അത് പിന്നീട് പഠിക്കത്തേ ഉള്ളൂ. ഇൻട്രസ്റ്റ് പേ ചെയ്യുക, റെന്റ് പേ ചെയ്യുക, സാധനം വാങ്ങിക്കുക. ഈ സാധനം വാങ്ങിക്കുന്ന പർച്ചേസസ്, വിൽക്കാനുള്ള സാധനം നമ്മൾ വേറെ ആളിൽ നിന്ന് വാങ്ങിക്കുകയാണ്, പർച്ചേസസ്. അതാണ് പർച്ചേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പർച്ചേസ് ചില സമയത്ത് നമ്മൾ അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും, പക്ഷെ നമ്മൾ ഇപ്പം പഠിക്കാൻ നമുക്ക് മനസ്സിലാവാനായിട്ട് നമ്മൾ അത് എക്സ്പെൻസ് ആക്കി കണക്കാക്കിയാൽ മതി, എക്സ്പെൻസ് ആക്കി മനസ്സിലാക്കിയാൽ മതി. അതുപോലെ തന്നെ എംപ്ലോയീസിന് സാലറി കൊടുക്കുക, എംപ്ലോയീസിന് ചിലപ്പോൾ വേജസ് ആയിരിക്കും അത് കൊടുക്കുക. പിന്നെ ഓഫീസിന് കുറെ എക്സ്പെൻസസ് ആണ്, ഓഫീസ് എക്സ്പെൻസസ്, സ്റ്റേഷനറി എക്സ്പെൻസസ്, ഈ പെന്ന്, പെൻസില്, ഓഫീസുകൾക്ക് വേണ്ടിയുള്ള സ്റ്റേഷനറി എക്സ്പെൻസസ്, പിന്നെ സെല്ലിംഗ് എക്സ്പെൻസ്, സാധനം വിൽക്കുന്നതിന് വേണ്ടിയുള്ള ചെലവുകളുണ്ട്, ക്യാരിയേജ് ഇൻവേർഡ്, ക്യാരിയേജ് ഔട്ട്വേർഡ്, ഒക്ട്രോ. ഇതൊന്നും നിങ്ങൾക്ക് ഈ 3 ടേംസ് ഒന്നും ഇപ്പം പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, പിന്നീട് മനസ്സിലാകത്തുള്ളൂ. സോ അത് ഫർദർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെയാണ് എക്സാമ്പിൾസ് എക്സെട്ര ഇങ്ങനെ വരുന്നത്. പിന്നെ ഇൻകംസ് ഉണ്ട്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. ഇപ്പൊ മനസ്സിലാകത്തില്ല ഡിവിഡൻഡ് റിസീവ്ഡ് എന്താണെന്ന്. പിന്നെ സെയിൽസ്, സാധനം നമ്മൾ വിറ്റു, അത് നമ്മുടെ വരുമാനമല്ലേ. അപ്പൊ ആ വരുമാനത്തിനെ നമ്മൾ ചില സമയത്ത് ലയബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യും. ലയബിലിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാം, അത് തെറ്റൊന്നുമല്ല. ലയബിലിറ്റിയിൽ നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ ഇപ്പം നമുക്ക് മനസ്സിലാവാനായിട്ട് കാര്യം എന്താണെന്ന് കോൺസെപ്റ്റ് ക്ലിയർ ആവാനായിട്ട് ഇൻകംസിൽ കണക്കാക്കാം. നിങ്ങൾ ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ട, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സെയിൽസ് ഇൻകമിൽ വരുന്നതാണ്. പിന്നെ റെന്റ് കിട്ടുന്നത്, റെന്റ് റിസീവ്ഡ് ഇതിൽ വരുന്നതാണ്. പിന്നെ ലോസ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ നഷ്ടം. ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് അലൗഡ് എന്ന് വെച്ചാൽ സാധനം നമ്മൾ വിറ്റപ്പോ കുറച്ച് പൈസ കുറച്ച് നമ്മൾ കൊടുത്തു. 2000 രൂപയുടെ സാധനത്തിൽ നമ്മൾ 1900 രൂപയെ വാങ്ങിച്ചുള്ളൂ, ഒരു 100 രൂപ നഷ്ടത്തിൽ കൊടുത്തു, നഷ്ടത്തിൽ കൊടുത്തു. അതാണ് ഡിസ്കൗണ്ട് അലോഡ് എന്ന് പറയുന്നത്, നമ്മൾ അലോ ചെയ്ത് കൊടുത്താണ്. പിന്നെ ഡിപ്രിസിയേഷൻ, ഇത് ഫിക്സഡ് അസറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ലോസ് ആണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല. തേയ്മാനം സംഭവിക്കുക, യൂസ് ചെയ്ത് തേയ്മാനം സംഭവിക്കുക, ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഗെയിനിന് ഇതാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ്. നമുക്ക് ഒരാൾ സാധനം തന്നു, 2000 രൂപയുടെ സാധനം, അയാൾ നമ്മളെ 1900 രൂപയെ വാങ്ങിച്ചുള്ളൂ. അപ്പൊ 100 രൂപ നമുക്ക് ലാഭമാണ് വന്നേക്കുന്നത്. ആ ലാഭത്തിനെയാണ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നത്. ഇതൊക്കെ ഒരുപാട് ചില കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്, പക്ഷെ ഇതിന് ഇനിയും വരുന്നുണ്ട്. സിറ്റുവേഷൻ അനുസരിച്ച് ഓരോന്ന് മാറി വരാം, ഇനിയും വരാം അതിന്റെ കൂട്ടത്തിൽ. സോ അതാണ് മനസ്സിലാക്കുക. എക്സെപ്റ്റ് ആയിട്ട് എല്ലാ സെക്ഷനും കൊടുത്തു. പക്ഷെ നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാകാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ അസറ്റ്, ലയബിലിറ്റീസ്, എക്സ്പെൻസസ്, ഇൻകംസ്, ലോസ്, ഗെയിൻ, ഇതെല്ലാം നമ്മൾ അടുത്ത വരുന്ന ജേർണൽ എൻട്രിയുടെ റൂൾസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. എങ്ങനെ ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞ റെക്കോർഡിംഗ് എന്ന് പറയുന്ന സാധനം പ്രിപ്പയർ ചെയ്യണം, അതിന് ആവശ്യമുള്ള കാര്യങ്ങളാണ്. സോ ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, ഫുൾ സൈസ് ആയിട്ട് കാണിക്കുക. ഫുൾ സൈസ് ആയിട്ട് ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ആയിട്ട് എടുത്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് മനസ്സിലാക്കിയെങ്കിൽ ജേർണൽ എൻട്രിയിലോട്ട് കിടക്കാം. ഞാൻ പറയുന്നു, പക്ഷെ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഓരോ ക്ലാസ്സുകൾ, ഇനിയും ജേർണൽ എൻട്രീസ് ഒരുപാട് ക്ലാസ് എടുത്താലേ പുതിയതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ ജേർണൽ എൻട്രിയിലോട്ട് കിടക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഗൈസ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് അസറ്റ്സ്, ലയബിലിറ്റീസ്, എക്സ്പെൻസസ്, ഇൻകംസ്, ഇതിന്റെ എല്ലാം കുറെ ലിസ്റ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ലിസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇനി അങ്ങോട്ട് വളരെയധികം വേണ്ട ഒരു ഇമ്പോർട്ടന്റ് പ്രധാനപ്പെട്ട മാറ്ററാണ്. പ്രധാനം ഒന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമ്മൾ പോകുന്നത് ജേർണൽ എൻട്രി. ഹൗ ടു പ്രിപ്പയർ ജേർണൽ എൻട്രി. ഇന്നലെ പറഞ്ഞതുപോലെ റെക്കോർഡിംഗിന് വരുന്ന പ്രോസസ് എന്താണ്? ജേർണൽ എൻട്രി ആണ്. അതാണ് എങ്ങനെ ചെയ്യണം. ആദ്യമൊക്കെ കുറച്ചൊക്കെ നിങ്ങൾ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പുതിയതായിട്ട് കേൾക്കുന്നവർക്ക്. പക്ഷെ ശ്രദ്ധിച്ചിരുന്നാൽ ഒരു ഐഡിയ കിട്ടി കുറെ വർക്കൗട്ട് ചെയ്താൽ നല്ല എളുപ്പമായിരിക്കും. ഇനി വർക്കൗട്ട് ചെയ്ത് ഈ ബേസ് സ്ട്രോങ് ആയാൽ ഇനി അങ്ങോട്ട് അക്കൗണ്ട്സ് കുറച്ചുകൂടെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും നിങ്ങൾക്ക്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കുക. ഇടയ്ക്കിടയ്ക്ക് എല്ലാം തെറിക്കുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലേ? ഓക്കെ, ഇവിടെ ഫ്രണ്ട് ക്യാമറമാൻ എങ്ങനെ നിൽക്കണമെന്ന്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ പറഞ്ഞു. ഓക്കെ,
നമ്മള് അതൊക്കെ മുമ്പ് ജേർണൽ എൻട്രി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പറഞ്ഞ ബോർഡ് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും, എല്ലാവരും പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ സയൻസ് പഠിച്ചാലേ പറ്റുള്ളൂ. ഫോർ എവരി ആക്ഷൻ there is an equal and opposite reaction. അല്ലേ, ന്യൂട്ടൺ ദ ലോ ആണ്. ഫോർ എവരി ആക്ഷൻ there is an equal and opposite reaction. ഇതുപോലെ തന്നെയാണ് കൊമേഴ്സിന് വേറൊരു ഇതുണ്ട്. ഫോർ എവരി ഡെബിറ്റ് there is a corresponding credit. For every debit there should be a corresponding credit. ഇവിടെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചോ, ഡെബിറ്റും ക്രെഡിറ്റും അല്ലേ, ഈ രണ്ട് വാക്കുകൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വയ്ക്കാം. അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ അസറ്റ്സും ലയബിലിറ്റീസും എക്സ്പെൻസസും ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഇൻകംസ് ഏതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. കുറെ എക്സാമ്പിൾ, ഇത് ഒരുപാട് വരുന്നുണ്ട്, അതിന്റെ കുറെയൊക്കെ എക്സാമ്പിൾസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഇതായിട്ട് പറഞ്ഞത്. ഇനി ഈ റൂളുകൾ ഓർത്തു വയ്ക്കുക. ഞാനിവിടെ ഡൗൺ അപ്പ് ആരോ എന്ന് കൊടുത്തേക്കുന്നത് ഇൻക്രീസ് എന്നും ഡൗൺ ആരോ എന്ന് കൊടുത്തേക്കുന്നത് ഡിക്രീസ് എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പ് ആരോ ഇൻക്രീസും ഡൗൺ ആരോ ഡിക്രീസും. അതായത് ഞാനിപ്പം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ഈ ക്ലാസ്സിന് എന്റെ വരെ കേട്ടാലേ നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ട് ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും ക്ലാസ്. ഓക്കെ, അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇഫ് അസറ്റ്സ് ഇൻക്രീസസ് ഡെബിറ്റ് ചെയ്യുക. ഇഫ് അസറ്റ്സ് ഇൻക്രീസസ് ഡെബിറ്റ് ഇറ്റ്. ഇഫ് അസറ്റ്സ് ഡിക്രീസസ് ക്രെഡിറ്റ് ചെയ്യുക. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. ഇഫ് ലയബിലിറ്റീസ് ഇൻക്രീസസ്, ലയബിലിറ്റി ഇൻക്രീസ് ആവുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇഫ് ലയബിലിറ്റീസ് ഡിക്രീസസ് ഡെബിറ്റ് ചെയ്യുക. ഇതിപ്പോ നിങ്ങൾ പറയുന്നത് കേട്ട് കേട്ട് പഠിക്കാം. പിന്നെ ഈ പോർഷൻ കുറച്ചുകൂടെ ക്ലോസപ്പ് ആയിട്ട് എടുത്തേക്ക്, കുറച്ചുകൂടെ ക്ലോസപ്പ് ആയിട്ട് വന്ന് ഇതൊന്ന് നിങ്ങളെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഈ പോർഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. ഇഫ് അസറ്റ്സ് ഇൻക്രീസസ് ഡെബിറ്റ് ഇറ്റ്, ഇഫ് അസറ്റ്സ് ഡിക്രീസസ് ക്രെഡിറ്റ് ഇറ്റ്. ഇഫ് ലയബിലിറ്റീസ് ഇൻക്രീസസ് ക്രെഡിറ്റ്, if liabilities decreases debit it. If expense and losses, expenses or losses increase, expense increase ചെയ്താലോ loss increase ചെയ്താലോ debit ചെയ്യുക. If expenses or losses decreases credit it. നിങ്ങൾ ഇത് ഇപ്പൊ മനസ്സിലാക്കില്ല, നിങ്ങൾ എന്റെ കൂടെ പറയുക, ഇത് ബൈഹാർട്ട് ആക്കി വെക്കുക. If incomes and gains increases, incomes or gains, ഇൻകമോ ഗെയിനോ ഇത് സെപ്പറേറ്റ് ആയിട്ടും വരാം, ഇത് ഒരുമിച്ച് ഞാൻ കൊടുത്തെന്നുള്ളൂ. ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഇൻക്രീസസ് ക്രെഡിറ്റ് ചെയ്യുക. ഇഫ് ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഡിക്രീസസ് ഡെബിറ്റ്. അപ്പൊ ഒന്ന് നോക്കുക, അസറ്റ്സ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക, അസറ്റ്സ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക. ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക, ലയബിലിറ്റീസ് ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക. ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക, ഇൻകംസ് ആൻഡ് എക്സ്പെൻസസ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക. എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക, എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഇൻക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യുക, ഇൻകംസ് ആൻഡ് ഗെയിൻസ് ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ ഇത് ഒന്ന് ജസ്റ്റ് ബൈഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി വയ്ക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്ന എക്സാമ്പിൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇവിടെ നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ കൊടുത്തേക്കാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോർ എവരി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതുപോലെ തന്നെയാണ് ഇത് റൂളൊന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നുള്ളൂ. ഫോർ എവരി ഡെബിറ്റ് ദർ ഇസ് എ കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. ഒരു ഡെബിറ്റിന് ഒരു ക്രെഡിറ്റും ഉണ്ടാവും. ഇത് എന്താണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കുറെ നേരമായി വളവളാണെന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. എന്താണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. അവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇതൊരു മെത്തേഡാണ്, ഒരു പ്രോസസിംഗ് ആണ്, ഒരു എങ്ങനെയാണ് ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ടേംസ് ആണ് ഡെബിറ്റും ക്രെഡിറ്റും. ഒന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ, ഇതൊരു ട്രാൻസാക്ഷൻ ആണ്. ഒരു ബിസിനസിന്റെ ഒരു ട്രാൻസാക്ഷൻ ആണ്. എന്താണ്? റെന്റ് പെയ്ഡ് ഓൺ ക്യാഷ് ₹2000.
ആ ബിസിനസിന്റെ ബിൽഡിംഗ് നടത്തിയിരിക്കുന്നത് ഒരു എന്താ പറയാ മറ്റൊരാളുടെ നിന്ന് വാടകയ്ക്ക് വാങ്ങിച്ച ഒരു ബിൽഡിംഗിൽ നിന്നാണ് ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അതിന് റെന്റ് പേ ചെയ്യണം. ഓക്കെ, റെന്റ് പേ ചെയ്യണം. എത്രയാണ് പേ ചെയ്തു? എത്ര ചെയ്തു? 2000 രൂപ പേ ചെയ്തു. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് നടന്നത്? ഒരു എക്സ്പെൻസ്, അതായത് റെന്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് ഉണ്ടായി. ആ എക്സ്പെൻസിന് നമ്മൾ ക്യാഷ് അടച്ചു അല്ലേ? അപ്പോ റെന്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് ഉണ്ടായി, ആ എക്സ്പെൻസിന് ക്യാഷ് അടച്ചു അല്ലേ? ഇപ്പൊ നോക്കാം. അപ്പൊ റെന്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ലിസ്റ്റിൽ സോർട്ട് ഔട്ട് ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ് അല്ലേ? ഇവിടെ റെന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്, നമ്മുടെ ഒരു ചെലവാണ്. അങ്ങനെ ചിന്തിക്കും, നമ്മുടെ ചെലവ്. ആ ചെലവ് മീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, ക്യാഷ് കുറഞ്ഞു അല്ലേ? ക്യാഷ് ഡിക്രീസ് ആയി. ക്യാഷ് ഡിക്രീസസ്. ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പൊ നോക്കാം, റെന്റ് എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് ആണ്, ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണ് അല്ലേ? ക്യാഷ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസറ്റ് ആണ്. കാരണം ഞാൻ നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞതുപോലെ ക്യാഷ് നമ്മുടെ ഒരു സ്വത്താണ്. സോ ആ സ്വത്ത്, അപ്പൊ നമ്മൾ നോക്കുക, ഇപ്പൊ രണ്ടെണ്ണം കിട്ടി. റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസും കിട്ടി, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റും കിട്ടി. റെന്റ് പേ ചെയ്തപ്പോ ക്യാഷ് പോയി. ഇതാണ് അവിടെ സംഭവിച്ചത്. റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസും കിട്ടി, ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റും കിട്ടി. അപ്പൊ നോക്കുക, ഇവിടെ റൂളാണ് എങ്ങനെ ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യണം എന്നുള്ള റൂളാണ് ഈ തന്നിരിക്കുന്നത്, ജേർണൽ എൻട്രി റൂൾസ്. അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഇവിടെ റെന്റ് എന്ന് പറഞ്ഞ എക്സ്പെൻസ് കൂടിയില്ലേ? കാരണം നമുക്ക് ഒരു അധിക ചെലവ് വന്നിട്ടുണ്ട്. എക്സ്പെൻസ് റെന്റ് പേ ചെയ്തു, അത് നമ്മളൊരു ചെലവാകുന്നു. ആ ചെലവ് ഇപ്പൊ കൂടി. ഒരുപാട് ചെലവുകളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ റെന്റ് എന്ന് പറഞ്ഞ പുതിയ ചെലവും കൂടെ വന്നു, 2000 രൂപയുടെ ചെലവ് അല്ലേ? അപ്പോ ഞാൻ ഈ റൂൾസിൽ എവിടെയാണ് എക്സ്പെൻസിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ നോക്ക്, എക്സ്പെൻസിനെ പറ്റി എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ പോർഷൻ ഇവിടെയാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഇൻക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. എക്സ്പെൻസ് ആൻഡ് ലോസസ് ഡിക്രീസ് ചെയ്താൽ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ എക്സ്പെൻസ് കൂടുകയാണോ കുറയാണോ ചെയ്തത്? കൂടി. 2000 രൂപയുടെ ചെലവ് നമുക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ റൂളിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? എക്സ്പെൻസസ് ആൻഡ് ലോസസ്. എന്ത് എക്സ്പെൻസ് ആണ്? റെന്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ്. ആ എക്സ്പെൻസിനെ നമ്മൾ ഇവിടെ എന്താണ് റൂളിൽ പറഞ്ഞിരിക്കുന്നത്? 2000 രൂപയുടെ അധിക ചെലവ് ഉണ്ടായതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡെബിറ്റ് ചെയ്യുക. കണ്ടോ? ഡെബിറ്റ്. അപ്പോ എന്ത് ഡെബിറ്റ് ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലായി. ഇനി ക്യാഷ് എന്ന് പറയുന്നത് അസറ്റ് ആണ്. ഞാൻ പറഞ്ഞു, ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ബിസിനസിന്റെ കയ്യിൽ നിന്ന് പോയി. 2000 രൂപയുടെ ക്യാഷ് പോയി. അപ്പൊ ഈ ക്യാഷ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. കണ്ടോ? അപ്പോ ഇവിടെ ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇനി എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്? ഒരു ടേം ആണ്. അത് ഒരിടത്ത് ഇപ്പൊ റെന്റ് എന്ന് പൈസ കൊടുക്കുമ്പോൾ, റെന്റ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ഒരിടത്ത് കുറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഒരിടത്ത് അഫക്ട് ചെയ്യുമ്പോൾ മറ്റൊരിടത്ത് ബാധിക്കുന്നുണ്ട്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാനാണ് ഈ ഡെബിറ്റും ക്രെഡിറ്റും എന്ന് പറയുന്ന ടേം. ഇത് ഇങ്ങനെയല്ല ഫോർമാറ്റ് ചെയ്യേണ്ടത്. ഇതിനൊരു സ്പെഷ്യൽ ഫോർമാറ്റ് ഉണ്ട്. അപ്പോ റെന്റ് ആണ് ഇവിടെ ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്യാഷ് ആണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇത്രയും മനസ്സിലായോ? ഇനി ജേർണൽ എൻട്രിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് എന്താണെന്ന് പറഞ്ഞുതരാം. ഈ എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ, കട്ട് ചെയ്യണ്ട, നിങ്ങൾ ശ്രദ്ധിക്കുക. ജേർണൽ എൻട്രിയുടെ ഫോർമാറ്റ് റഫ് ഫോർമാറ്റ് ആണ്. ഇത് നോട്ട് ചെയ്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് ജേർണൽ എൻട്രിയുടെ ഫോർമാറ്റ്. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ റഫായിട്ട് വരയ്ക്കുന്നതാണ്, നിങ്ങൾ കറക്റ്റ് ഇതായിട്ട് നോക്കുക. ഹെഡിങ് ജേർണൽ എൻട്രി.
ജേണൽ എൻട്രി. ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിന്റെ പേരെന്താണ്? ഓഫ് ഷമീം ടെക്സ്റ്റൈൽസ്. അങ്ങനെ എന്താ? ഷമീം ടെക്സ്റ്റൈൽസ്. ഡേറ്റ് കോളം. ഡേറ്റ് എന്ന് പറഞ്ഞൊരു കോളം ഉണ്ട്. പിന്നെ പർട്ടിക്കുലേഴ്സ് അങ്ങനെ ഒരു കോളം വെക്കാം. പിന്നെ ഒരു ചെറിയ കോളം വരുന്നുണ്ട്, അത് LF എന്ന് കൊടുക്കാം. ഷോർട്ട് ഫോം, ലെഡ്ജർ ഫോളിയോയുടെ ഷോർട്ട് ഫോം ആണ് LF എന്ന് പറയുന്നത്. പിന്നെ 2 എമൗണ്ട് കോളം, അത് ഡെബിറ്റ് എമൗണ്ട്, ബ്രാക്കറ്റിൽ എമൗണ്ട് എന്ന് കൊടുക്കുക. പിന്നെ ക്രെഡിറ്റ്, അതിന്റെ ബ്രാക്കറ്റിലും എമൗണ്ട് എന്ന് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഈ ട്രാൻസാക്ഷൻ നടന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻ റെന്റ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ നടന്നത് 2000 രൂപയുടെ റെന്റ് പേ ചെയ്തു. ഇതിന്റെ ഡേറ്റ് എന്ന് പറയുന്നത് സപ്പോസ് 2019-20, അതായത് 2019 ജനുവരി 1 ടു ഡിസംബർ 31. ആ ഡേറ്റിനിടയിൽ 1 ഫെബ്രുവരി 2019 ആ ഡേറ്റിലാണ് നടന്നു വിചാരിച്ചു. അതായത് ഈ റെന്റ് പേ ചെയ്തിരിക്കുന്നു 1/2/2019 ആ ഡേറ്റിനാണ്. നമ്മൾ നേരത്തെ 2 ടേം പറഞ്ഞായിരുന്നു. ഏതൊക്കെയാണ്? ഡെബിറ്റും ക്രെഡിറ്റും. ഇത് ഞാനൊരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെപ്റ്ററും ക്രെഡിറ്ററും എന്നും ഈ 2 വേർഡ് മാറിപ്പോവരുത്. ഡെപ്റ്ററും ക്രെഡിറ്ററും വേറെയാണ്. ഇത് ഡെബിറ്റും ക്രെഡിറ്റുമാണ്. ഓക്കെ, ഡെബിറ്റും ക്രെഡിറ്റും. അപ്പൊ ഞാൻ പറയുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഇത് നേരത്തെ എടുത്തു വെച്ചേക്കുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് ക്ലിയർ ആകുന്ന രീതിയിൽ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ചാൽ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ. അപ്പൊ ഫസ്റ്റ് നോക്കൂ, റെന്റ് പേ ചെയ്തു എന്നാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഏതാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു ട്രാൻസാക്ഷൻ തരുമ്പോൾ നമ്മൾ ഈ റൂള് വെച്ച് നോക്കി ഏതാണ് ഡെബിറ്റ് ചെയ്യുക, ഏതാണ് ക്രെഡിറ്റ് ചെയ്യുക എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയപ്പോൾ റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യുകയും ക്രെഡിറ്റ് എന്ന് പറയുന്ന ക്യാഷ് എന്ന് പറയുന്ന അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. സോ ഫസ്റ്റ് നമ്മൾ ഇത് രണ്ടും ഒരു അക്കൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് എഴുതുന്നത് ജേർണലിൽ എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. റെന്റ് എന്നാണ് എക്സ്പെൻസ് അല്ലേ? സോ റെന്റ് അക്കൗണ്ട്, അവിടെ റെന്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയി. റെന്റ് അക്കൗണ്ട് ഇങ്ങനെ ഡോട്ട് ആയിട്ട് കൊടുക്കുക. ഓക്കെ, അതൊരു ഫോർമാറ്റ് ആണ്, ഒരു വൃത്തിയായിട്ട് ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഡെബിറ്റ് എന്ന് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ഡെറ്റർ എന്ന് പറഞ്ഞല്ലോ, ഡെബിറ്റ് എന്ന് പറഞ്ഞല്ലോ, അതിനെ ഷോർട്ട് ആക്കി പറയാനായിട്ട് ഡെറ്റർ, DR, ഡെറ്റർ, DR എന്ന് പറയുന്ന ലെറ്റർ ആണ്. DR, റെന്റ് അക്കൗണ്ട് ഡെറ്റർ. അപ്പൊ റെന്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. ഇനി ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്താണ്? ക്യാഷിനെയാണ്. എന്താണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? ക്യാഷ്. അപ്പൊ ഈ റെന്റ് അക്കൗണ്ട് താഴെ കുറച്ച് ഇങ്ങോട്ട് നീങ്ങി, അങ്ങനെ തന്നെ ചെയ്യുക. കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയായിട്ട് 2 മനസ്സിലാവുന്നുണ്ടോ? 2 എന്താണ് കുറഞ്ഞത്? ക്യാഷ് അല്ലേ കുറഞ്ഞത്? ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോ നോക്കുക, റെന്റ് അക്കൗണ്ട് ടു റെന്റ് അക്കൗണ്ട് ഡെറ്റർ, ക്രെഡിറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് 2 എന്ന് പറയുന്ന വാക്കാണ്. ടു ക്യാഷ്. ഇവിടെ 2000 രൂപയാണ് കുറഞ്ഞത്. അതായത് റെന്റ് എക്സ്പെൻസ് അടച്ചു, അപ്പൊ ക്യാഷ് ഇന്ന് 2000 പോയി. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെറ്ററിന്റെ നേരെ ഈ ഡെബിറ്റ് എന്ന് പറയുന്ന കോളത്തില് 2000 കാണിക്കുക. ഓക്കെ. ക്രെഡിറ്റ് എന്ന് പറയുന്നത് ടു ക്യാഷ് അക്കൗണ്ടിന് നേരെ 2000 കാണിക്കുക. അപ്പൊ ഇതാണ് നടന്നേക്കുന്നത്. റെന്റ് അടച്ചപ്പോ ക്യാഷ് പോയി. അപ്പൊ റെന്റ് അക്കൗണ്ട് ഡെറ്റർ ഇങ്ങനെ ഫോർമാറ്റ് ചെയ്യുക. റെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 2000 രൂപ ക്യാഷ്. ഇനി പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ഈ ജേർണൽ എൻട്രി ഒക്കെ തപ്പി പിടിച്ച് നോക്കുമ്പോൾ, റെക്കോർഡ് നോക്കുമ്പോൾ എന്താണ് ഈ ട്രാൻസാക്ഷൻ ഒന്ന് കണ്ടാൽ മനസ്സിലാവണം.
മനസ്സിലായി നോക്കിയാൽ മനസ്സിലാവണം, പക്ഷെ വേറൊരാൾ നോക്കുമ്പോൾ ഇത് എന്താണെന്ന് അറിയണം. അപ്പോ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിനൊരു നരേഷൻ എഴുതി വെക്കുക. എല്ലാ എൻട്രിക്കും, എല്ലാ ജേർണൽ എൻട്രിക്കും നരേഷൻ കമ്പൽസറി ആണ്. നരേഷൻ കമ്പൽസറി ആണ്. എക്സാമിനായാലും അത് അങ്ങനെ ചെയ്താലേ മാർക്ക് കിട്ടത്തുള്ളൂ. സോ നരേഷൻ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഇത് ബീയിങ്, BEING. ഈ ബീയിങ് എന്നുള്ള ടേം കമ്പൽസറി അല്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേണ്ട. ബീയിങ് റെന്റ് പെയ്ഡ് ഓഫ് റുപ്പീസ്. എത്ര രൂപയുടെയാണ്? 2000. എങ്ങനെയാണ് കൊടുത്തത്? ഓൺ ക്യാഷ്. ഓക്കെ, ബീങ് റെന്റ് പെയ്ഡ് ഓൺ ക്യാഷ്. 2000 രൂപയുടെ ക്യാഷ് അടച്ചു. ഇനി ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും അതിന് താഴെ അണ്ടർലൈൻ ചെയ്യുക. അതായത് ഈ പർട്ടിക്കുലർ കോളത്തിന് താഴെ അണ്ടർലൈൻ ചെയ്യുക ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും. അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് ഫോർമാറ്റ്? ഇപ്പോഴും മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. അത് തറവില് കുറെ കൂടെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തന്നാലേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നോക്കുക. ഓക്കെ, ഒന്ന് നോക്കുക. അടുത്തൊരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. സോ നമുക്കിനി ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടെ നോക്കാം. 3 എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. അപ്പോ പ്രിപ്പറേഷൻ ഓഫ് ജേർണൽ എൻട്രീസ് ഒരു ക്വസ്റ്റ്യൻ പോലെയാണ്. നമുക്ക് ഫസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് ഓഫ് റുപ്പീസ് 2500 ഓൺ ക്യാഷ്. അതായത് 2500 രൂപയുടെ വിൽക്കാനുള്ള ഗുഡ്സ് നമ്മൾ വാങ്ങിച്ചു. അതായത് ഷമീം ടെക്സ്റ്റൈൽസ് ആണ് ഇതാണ് നടത്തുന്നത്. ഷമീം ടെക്സ്റ്റൈൽസ് 2500 രൂപയുടെ ഗുഡ്സ് വിൽക്കാനുള്ളത് വാങ്ങിച്ചു. ഇതെല്ലാം ബിസിനസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കാറ്. ഓക്കെ, ഇവിടെ 2 കാര്യങ്ങൾ നടന്നു. ഒന്ന്, സാധനം മേടിച്ചു, അതിന് ക്യാഷ് കൊടുത്തു. എത്രയാണ്? 2500 രൂപ. അപ്പൊ സാധനം മേടിച്ചപ്പോൾ അതിന് സാധനം നമ്മളെ കയ്യിൽ കിട്ടി, ക്യാഷ് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പൊ ഈ സാധനം മേടിക്കുന്നത് നമ്മുടെ ഒരു ചെലവാണ്. പൈസ കയ്യിൽ നിന്ന് പോവുകയാണ്, അതൊരു ചെലവായിട്ട് എടുക്കും. നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നീട് മനസ്സിലാക്കും. എന്നാലും ഇപ്പൊ മനസ്സിലാകത്തില്ല, നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാകത്തുള്ളൂ. സാധനം മേടിച്ചു, ക്യാഷ് കൊടുത്തു, അല്ലേ? അപ്പൊ സാധനം മേടിച്ചപ്പോ അത് നമ്മുടെ ഒരു ചെലവാണ്, എക്സ്പെൻസ് ആണ്. അപ്പൊ അവിടെ ഒരു എക്സ്പെൻസ് ഉണ്ടായില്ലേ? എക്സ്പെൻസ് ഇൻക്രീസ് ആയില്ലേ? അത് മാത്രമല്ല, ക്യാഷ് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. എത്രയാണ്? 2500 രൂപ. 2500 രൂപയുടെ ഒരു എക്സ്പെൻസും ഉണ്ടായി, 2500 രൂപ ക്യാഷ് കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. അപ്പോ എക്സ്പെൻസ് ഇൻക്രീസ് ആയി. അസറ്റ്, ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ ലിസ്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കറണ്ട് അസറ്റിൽ വരുന്ന ഒരു അസറ്റ് ആണ്, അല്ലേ അത്? സോ അസറ്റ് കുറയുകയും ചെയ്തു. അപ്പോൾ അസറ്റ് കുറയുകയും ചെയ്തു, അല്ലേ? ഇങ്ങനെ നോക്കാം. അതാ പറഞ്ഞത്, ഒരു ട്രാൻസാക്ഷനിൽ 2 സൈഡും ഉണ്ടാവും. ഒരു ഡെബിറ്റ് സൈഡും ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് സൈഡും ഉണ്ടാവും. ഇവിടെ ഒരു എക്സ്പെൻസ് ഇൻക്രീസ് ആയി. പർച്ചേസ്, സാധനം വാങ്ങിച്ചപ്പോൾ ഒരു എക്സ്പെൻസ് ഇൻക്രീസ് ആയി. എക്സ്പെൻസ് ആൻഡ് ലോസ് ഇൻക്രീസ്. ഇനി റൂൾസ് നോക്കുക. എവിടെയാണ് എക്സ്പെൻസ് ആൻഡ് ലോസസ് ഇൻക്രീസ് ആയാൽ എന്ത് ചെയ്യുക? നമ്മൾ ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ഇതെന്ത് എക്സ്പെൻസ് ആണ്? പർച്ചേസ് ആണ്. എന്നാണ് ഡേറ്റ്? 1/5/2019. സോ ഡേറ്റിന്റെ അന്ന് 1/5/2019. എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? പർച്ചേസ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്ററിനെ കാണിക്കാൻ ഡെബിറ്റ് DR എന്ന് കാണിക്കുക. എന്നിട്ട് ഡെബിറ്റിന്റെ കോളത്തിൽ 2500. എങ്ങനെയാണ്? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 2500. ഇനി സാധനം വാങ്ങിച്ചപ്പോൾ ക്യാഷ് കയ്യിൽ നിന്ന് പോയില്ലേ? ക്യാഷ് കയ്യിൽ നിന്ന് പോകുന്നു. ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് അല്ലേ? അസറ്റ് കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ക്യാഷ് എന്ന് പറഞ്ഞ അസറ്റ് കയ്യിൽ നിന്ന് പോയി. സോ അസറ്റ് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യും. 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെബിറ്റിന്റെ എഴുതി താഴെ കുറച്ച് റൈറ്റിലോട്ട് മാറിയിട്ട് വേണം അടുത്തത് എഴുതാൻ. ടു ക്യാഷ് അക്കൗണ്ട്. ഇതാണ് ഒരു ഫോർമാറ്റ്.
എന്തുകൊണ്ട് ഇങ്ങനെ ഫോർമാറ്റ് എന്ന് പറയുന്നത്? ഒരിടത്ത് എഫക്ട് ചെയ്യുമ്പോൾ അത് മറ്റൊരിടത്ത് ബാധിക്കാറുണ്ട്. ഒരിടത്ത് ചിലപ്പോൾ കൂടും, അത് പക്ഷെ മറ്റൊരു സ്ഥലത്ത് അത് കുറയും. ഇവിടെ പർച്ചേസ് എക്സ്പെൻസ് കൂടിയപ്പോൾ ചെലവ് കുറഞ്ഞു, അല്ല എക്സ്പെൻസ് കൂടിയപ്പോൾ ക്യാഷ് കുറഞ്ഞു. ഓക്കെ, അപ്പോൾ 2000 രൂപ സാധനം വാങ്ങിച്ചപ്പോ ക്യാഷ് 2500 കയ്യിൽ നിന്ന് പോയി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി ഇതിന്റെ നരേഷൻ ബീയിങ് ഗുഡ്സ് പർച്ചേസ്ഡ് ഫോർ ക്യാഷ് rupees 2500. 2500 രൂപയുടെ സാധനം മേടിച്ചു. അപ്പോ ആ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ആ എൻട്രി റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ പർട്ടിക്കുലേഴ്സിന് താഴെ ഒരു അണ്ടർലൈൻ ചെയ്തു വയ്ക്കുക. അതാണ് ആ എൻട്രി കംപ്ലീറ്റ് ആയെന്ന് അർത്ഥം. ഓക്കെ, ഇനി അടുത്ത എൻട്രി നോക്കാം. മനസ്സിലായോ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തു എന്നുള്ളത്? ഇപ്പോഴും മനസ്സിലാത്ത ആൾക്കാരുണ്ട്. ജസ്റ്റ് ഒന്നുകൂടെ പറയുന്ന ക്ലാസ് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് കേട്ട് മനസ്സിലാക്കി നോക്കുക. എന്നിട്ട് മനസ്സിലാകാത്ത ആൾക്കാര് ഒന്നുകൂടെ ക്ലാരിഫൈ. ഇത് ഇപ്പൊ തീർക്കത്തില്ല. ജേർണൽ എൻട്രി ഇനിയും കുറെ ക്ലാസ്സുകളിൽ ഇങ്ങനെ തന്നെ പോവുകയും ചെയ്യും, ഇങ്ങനെ തന്നെ തറവാവുന്നവരെ പോവുകയും ചെയ്യും. ഓക്കെ, അടുത്ത എൻട്രി നോക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് ക്യാഷ് 3000. സാധനം വിറ്റ്, നമ്മളെ കയ്യിലുള്ള സാധനം. ഞാൻ എന്റെ ഷെമീം ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കയ്യിലുള്ള വസ്തുക്കൾ വിറ്റു. അതായത് ഗുഡ്സ് വിറ്റു, വിൽക്കാനുള്ള വസ്തുക്കൾ വിറ്റു. ടെക്സ്റ്റൈൽ തുണിത്തരങ്ങൾ വിറ്റു. എത്ര? 3000 രൂപയ്ക്കാണ് വിറ്റത്. അപ്പോ ആ വിറ്റപ്പോ ക്യാഷ് നമുക്ക് കയ്യിൽ കിട്ടി. വിൽപ്പന എന്താണ്? ഇൻകം അല്ലേ? നമുക്കൊരു ഇൻകം ആണത്. അപ്പൊ രണ്ട് കാര്യമുണ്ട്. സാധനം വിറ്റു, ക്യാഷ് കിട്ടുകയും ചെയ്തു. അപ്പൊ സാധനം വിറ്റപ്പോൾ ഇൻകം നമ്മുടേത് ഇൻക്രീസ് ആയി. അങ്ങനെ ചിന്തിക്കുക. ഇൻകം ഇൻക്രീസ് ആയി, ക്യാഷ് കുറഞ്ഞു. ആ ട്രാൻസാക്ഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, നല്ല അർത്ഥത്തോടെ മനസ്സിലാക്കുക. സാധനം വരുമാനം കൂടിയപ്പോൾ ക്യാഷും കൂടി, ഇൻകം ഇൻക്രീസ് ആയി. അറ്റ് ദാറ്റ് ടൈം ക്യാഷും കൂടി. ഓക്കെ, അപ്പൊ ഇൻകം ഇൻക്രീസ് ആയാൽ എന്ത് ചെയ്യുക? നമ്മൾ റൂള് നോക്കാം. ഇൻകംസ് ആൻഡ് ഗെയിംസ്. സെയിൽ എന്ന് പറയുന്നത് ഒരു ഇൻകം ആണ്. ആ ഇൻകം ഇൻക്രീസ് ആകുമ്പോൾ എന്ത് ചെയ്യുക? ക്രെഡിറ്റ് ചെയ്യുക, അല്ലേ? മറിച്ച് അറ്റ് ദാറ്റ് ടൈം ക്യാഷ് നമുക്ക് കിട്ടിയില്ലേ? പൈസ നമ്മുടെ കയ്യിൽ കിട്ടിയില്ല. സാധനം വിറ്റപ്പോ പൈസ നമുക്ക് കിട്ടി. സോ അസറ്റും ഇൻക്രീസ് ആയി. ക്യാഷ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു അസറ്റ് ആണ്. അസറ്റ് ഇൻക്രീസ് ആയപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യും. മനസ്സിലായോ? അസറ്റ് ഡെബിറ്റ് ചെയ്യും. അസറ്റ് ഇൻക്രീസ് ആയ ഡെബിറ്റ് ചെയ്തു. ഇവിടെ ഇൻകം ഇൻക്രീസ് ആയപ്പോൾ ക്രെഡിറ്റും ചെയ്തു. അതാ പറഞ്ഞത്, ഒരു ട്രാൻസാക്ഷനിൽ രണ്ട് ആസ്പെക്ട് എപ്പോഴും ഉണ്ട്. ഡെബിറ്റ് ആസ്പെക്ട് ഉണ്ട്, ക്രെഡിറ്റ് ആസ്പെക്ട് ഉണ്ട്. അപ്പൊ ഈ റൂൾ നല്ല ബൈഹാർട്ട് ആക്കി വെച്ചാൽ അങ്ങോട്ട് നല്ല ജേർണൽ എൻട്രി ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പൊ അടുത്ത എൻട്രി എങ്ങനെയാണെന്ന് നോക്കുക. ഡേറ്റ് എന്നാണ്? 1/7/2019. 1/7/2019. ക്യാഷ് കിട്ടി, അല്ലേ? ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് കൂടി. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? ഇൻകം അല്ലേ? സെയിൽസ് എന്ന് പറയുന്ന ഒരു ഇൻകം ആണ്. ആ ഇൻകം കൂടി, സോ അതിനെ ക്രെഡിറ്റ് ചെയ്യും ടു സെയിൽസ് അക്കൗണ്ട്. കാര്യം മനസ്സിലാക്കി പഠിക്കുക. ക്യാഷും കിട്ടി, എന്നാൽ സാധനം വിൽക്കുകയും ചെയ്തു. വിറ്റ സമയത്ത് നമുക്ക് പൈസ കിട്ടുകയും ചെയ്തു. എത്ര രൂപയുടെ സാധനമാണ്? 3000 രൂപയുടെ സാധനം. അപ്പൊ ഇവിടെ 3000, ഇവിടെയും 3000. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇവിടെ പർച്ചേസ് ചെയ്തപ്പോ ക്യാഷ് പോയി. അപ്പൊ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ക്യാഷും ചെയ്തു. ഇവിടെ ക്യാഷ് കിട്ടി. അറ്റ് ദ ടൈം സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇൻകവും നമുക്ക് കൂടി. സോ അതിന് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ, ഇതിങ്ങനെ പറയണം, ഡെറ്റർ എന്നാണ് പറയുന്നത്. ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഇതിനൊരു നരേഷൻ വേണം. എല്ലാ എൻട്രീസിനും നരേഷൻ കൊടുത്തേക്കണം. അത് സിമ്പിൾ ആയിട്ടായിരിക്കണം. ബീയിങ് സോൾഡ് ഗുഡ്സ് ഓഫ് റുപ്പീസ് 3000 ഓൺ ക്യാഷ്.
ക്യാഷിന് 3000 രൂപയുടെ സാധനം വിറ്റു. ഇവിടെ ക്യാഷ് നേരത്തെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാഷിനും വിൽക്കാം, കടത്തിനും വിൽക്കാം. ഇവിടെ ക്യാഷിനാണ് വിറ്റേക്കുന്നതെന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട്. സോ അങ്ങനെ തന്നെ കൊടുക്കുക. ഇനി അടുത്ത എൻട്രി എന്താണെന്ന് നോക്കാം. വിഡ്രോൺ ക്യാഷ് ഫ്രം ബാങ്ക് ₹6000. അതായത് ഈ ടെക്സ്റ്റൈൽസിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, ഏതെങ്കിലും ഒരു ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട്. അപ്പോ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ, ഇവിടെ എത്രയാണ് എടുത്തേക്കുന്നത്, 6000 രൂപ വിഡ്രോൺ ചെയ്ത് എന്തെങ്കിലും ചെലവുണ്ടായിട്ടായിരിക്കാം, എന്തെങ്കിലും കാര്യം മീറ്റ് ചെയ്യാനായിരിക്കാം. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ പൈസ നമ്മൾ തന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എടുത്തു. ഞാൻ നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു അസറ്റ് ആണ്. നമ്മുടെ പൈസ അതിനകത്ത് കിടക്കുകയില്ലേ, നമ്മുടെ ക്യാഷ് അതിനകത്ത് കിടക്കുകയാണ്. സോ നമ്മുടെ സ്വത്ത് തന്നെയാണ്, നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് തന്നെയാണ്, നമ്മുടെ സ്വത്താണത്. അവിടെ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ഒരു അസറ്റ് ആണ്, നേരത്തെ ലിസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ അസറ്റ് ആണെന്നുള്ളത്. ഇനി ഇവിടെ നോക്കുക, ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 6000 രൂപ വിഡ്രോ ചെയ്തു. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 6000 പോയില്ലേ, അക്കൗണ്ടില് 6000 രൂപ കുറഞ്ഞു. മറിച്ച് ആ 6000 രൂപ എടുത്തപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് കിട്ടിയിരുന്നേ, എന്റെ ഉദാഹരണം പറഞ്ഞുതരാം. എന്റെ ഒരു അക്കൗണ്ട്, എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ ATM കാർഡിൽ നിന്നിട്ട് പൈസ എടുത്തു, 6000 രൂപ എടുത്തു. അവിടെ 6000 രൂപ കുറഞ്ഞു, ബാങ്ക് അക്കൗണ്ടിൽ കുറഞ്ഞു. മറിച്ച് എന്റെ കയ്യിൽ ക്യാഷ് ആയിട്ട് ആ 6000 രൂപ കിട്ടിയില്ലേ, ATM കാർഡ് എന്തോ ആയിക്കോട്ടെ, ആ ക്യാഷ് 6000 രൂപ ക്യാഷ് ആയിട്ട് എന്റെ കയ്യിൽ കിട്ടി. ഓക്കെ, അപ്പം ബാങ്ക് അക്കൗണ്ടിൽ കുറഞ്ഞു, ക്യാഷ് കൂടി അല്ലേ? അപ്പോഴല്ലേ അങ്ങനെയല്ലേ എഫക്ട് വരുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ പൈസ കുറഞ്ഞു, പക്ഷെ ക്യാഷ് അക്കൗണ്ടിൽ പൈസ കൂടി. ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി നോക്കുക. അപ്പോ ഇവിടെ ബാങ്ക് അക്കൗണ്ടും അസറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞാലും ബാങ്ക് അക്കൗണ്ടും അസറ്റാണ്, ക്യാഷും അസറ്റാണ്. ബാങ്ക് അക്കൗണ്ടില് പൈസ, റൂള് നോക്കാം, രണ്ടും അസറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. ബാങ്ക് അക്കൗണ്ടിൽ പൈസ കുറഞ്ഞു അല്ലേ, 6000 രൂപ കുറഞ്ഞു. സോ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അറ്റ് ദാറ്റ് ടൈം ക്യാഷ് അക്കൗണ്ട് പൈസ കൂടി, നമ്മുടെ കയ്യിലെ ക്യാഷ് കൂടി, കയ്യിലുള്ള ക്യാഷ് കൂടി, ലിക്വിഡ് ക്യാഷ് കൂടി. സോ ക്യാഷ് അവിടെ കൂടി, 6000 രൂപ കൂടിയിരിക്കുകയാണ്. സോ 6000 രൂപയുടെ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിലെ പൈസ കുറഞ്ഞു, നമ്മളെ ആ കിട്ടിയ പൈസ നമ്മുടെ ക്യാഷിൽ കൂടി. മനസ്സിലായോ? സോ അടുത്ത എൻട്രി എങ്ങനെയാണെന്ന് നോക്കാം. ഡേറ്റ് 1/8/2019. ക്യാഷ് കൂടിയല്ലോ, അപ്പൊ ക്യാഷ് അസറ്റ് കൂടി, അപ്പൊ അതിന് എന്ത് ചെയ്യാ, ഡെബിറ്റ് ചെയ്യുക. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ. മറിച്ച് മറ്റൊരു അസറ്റ് കുറഞ്ഞിരിക്കുകയാണ്. ഏത് അസറ്റാണ് കുറഞ്ഞത്, ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ അസറ്റ് കുറഞ്ഞു. അപ്പൊ ആ അസറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അപ്പോ ഈ റൂള് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇതിനനുസരിച്ചാണ് നമ്മൾ ജേർണൽ എൻട്രി ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഏത് ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യുന്ന നേരത്തെ എപ്പോഴും റൂൾ എഴുതിക്കൊണ്ട് വെക്കരുത്. ഇത് റൂള് നന്നായിട്ട് മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അത് ഓർത്ത് ഇവിടെ എൻട്രി എഴുതുക. അപ്പോ 2 ബാങ്ക് അക്കൗണ്ട്, ബാങ്കിൽ പൈസ കുറഞ്ഞില്ലേ, ബാങ്ക് അക്കൗണ്ട്. ഇനി ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് കോളത്തിൽ 6000 അല്ലേ. ഇവിടെ ക്രെഡിറ്റ് കോളത്തിലോ ഇവിടെയും 6000. ഇതിന് നേരെ 6000 എന്ന് കൊടുക്കുക, ഇതിന് നേരെ ഓരോന്ന് നേരെയാണ് 6000 കൊടുക്കുക. പക്ഷെ ഡെബിറ്റ് കോളത്തിൽ ഡെബിറ്റിന്റെ എമൗണ്ട് മാത്രം, ക്രെഡിറ്റ് കോളത്തിൽ ക്രെഡിറ്റിന്റെ എമൗണ്ട് മാത്രം 6000. അപ്പോ മനസ്സിലായി എന്താണ് എൻട്രി എന്നുള്ളത്. ഇങ്ങനെ ഓരോന്ന് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾ ഈ ക്ലാസ് റിവൈൻഡ് ചെയ്ത് കാണുക. ഇപ്പൊ ഒറ്റയടിക്കും ചിലപ്പോൾ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരത്തില്ല, പുതിയതായിട്ട് കേൾക്കുന്നവർക്ക്. അപ്പോ ഒന്നും കൂടെ ഒന്ന് തറവ് കേൾക്കുക. എന്നിട്ട് മനസ്സിലാവാത്തവർക്ക് വീണ്ടും ഡൗട്ട് എന്റെ കമന്റിൽ രേഖപ്പെടുത്തിക്കൊള്ളുക. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇപ്പൊ ഈ ജേർണൽ നിർത്തത്തില്ല. ഒറ്റ ക്ലാസ് കൊണ്ട് നിർത്താവുന്ന ഒന്നല്ല, കണ്ടിന്യൂസ് ഒരുപാട് ക്ലാസ്സുകൾ എടുത്താലേ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി അടുത്ത ആഴ്ച അക്കൗണ്ട്സിന്റെ അടുത്ത ക്ലാസ്സുകളിൽ ഇത് കണ്ടിന്യൂസ് എടുത്തുകൊണ്ട് നിരന്തരം 4-5 ക്ലാസ്സുകൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്ലാസ് എടുത്ത് മനസ്സിലാക്കിയാലേ ശരിയാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് വെക്കുക. രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് തന്നെ വരും. എല്ലാ ചാനലും എന്തും കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്യുക. 2500, 3000, 5500. 5500, 6000 എത്രയാണ്, 11500.
11,500. ഇവിടെ ഏതല്ലേ വരുള്ളൂ? 11,500. സോ ഇന്നത്തെ ക്ലാസ് ഇത്ര എടുക്കുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഇപ്പൊ കുറച്ചുകൂടെ കേട്ടാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ ഈ റൂൾസ് അനുസരിച്ചാണ് ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഒന്നുകൂടെ കേട്ട് നോക്കുക. കേട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ഡൗട്ട് രേഖപ്പെടുത്തിക്കൊള്ളുക. സോ ഇന്നത്തെ ക്ലാസ് മതിയാക്കുന്നു. ഇനി ലെങ്തി ആയി പോയാൽ നിങ്ങൾക്ക് ബോറാവും, ഞാൻ ടയർഡാവും. മീൻസ് ഇത്ര കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നില്ല. സാറന്മാരെയൊക്കെ സമ്മതിക്കണം കേട്ടോ, ഞാൻ പറയുന്നുള്ളൂ. അപ്പോ ആദ്യം പറഞ്ഞ ലിസ്റ്റും അതെല്ലാം നിങ്ങൾ നോക്കുക. ഞാൻ ലിസ്റ്റ് സോർട്ട് ഔട്ട് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. അത് നോക്കി ഏതൊക്കെ ഏതിന് വരും, അസറ്റ് വരുമോ, ലയബിലിറ്റി വരുമോ, എക്സ്പെൻസീവ് വരുമല്ലോ, ഇൻകത്തിന് വരുമോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം. കുറെയൊക്കെ എല്ലാം മനസ്സിലാക്കാൻ പറ്റത്തില്ല, പക്ഷെ നമ്മൾ കുറെയൊക്കെ മനസ്സിലാക്കിയിട്ട് ജേർണൽ എൻട്രീസ് പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്. ആ ലിസ്റ്റിൽ നിന്നാണ് നമ്മൾ ഇത്രയും ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുന്നത്, ഈ റൂള് വെച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് കേൾക്കുന്നവർക്കും +1 ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ സയൻസിൽ നിന്ന് വന്നിട്ട് കൊമേഴ്സ് ഫീൽഡിലോട്ട് വന്നവർക്കൊക്കെ ഡിഗ്രിക്ക് പോകുന്നവർക്കൊക്കെ ഇത് ഷെയർ കൊടുക്കുക. സോ താങ്ക് യു.